ഒന്നും നഷ്ടപ്പെടാനില്ലാത്തവന്റെ ഉള്ളിൽ നിന്ന് ഭയം പടിയിറങ്ങും. ചരിത്രത്തെ മുന്നോട്ട് നയിക്കാനുള്ള ഇച്ഛാശക്തിയാണിത്. ഒരു കവിത പോലെ ഇറാനിയൻ സംവിധായകൻ ജാഫർ പനാഹി ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചു. ദൃശ്യങ്ങൾ പക്ഷേ ഒരു തെരുവ് കലാപത്തിന്റേതായിരുന്നു. ഇറാൻ എന്ന് നേരിടുന്നത് ആധുനിക ചരിത്രത്തിലെ ഏറ്റവും ഭീകരമായ സാമ്പത്തിക പ്രതിസന്ധിയാണ്. റൂമിയുടെ കവിതകളും സൈറസിന്റെ ശാസനകളും പിറന്ന മണ്ണ്. മനുഷ്യാവകാശങ്ങളുടെ ഈ തൊട്ടിൽ ഇന്നൊരു മതാധിപത്യത്തിന്റെ ഉരുക്കുമുഷ്ടിയിൽ ശ്വാസം മുട്ടുന്നു. പീഠഭൂമിയിലെ സ്വർഗത്തെ അവർ ആത്മാവുകൾക്കുള്ള തടവറയാക്കി മാറ്റിയിരിക്കുന്നു. ഇന്ന് ഇറാനിൽ പടരുന്ന ഈ കനലിനെ മനസ്സിലാക്കാൻ ചരിത്രത്തിന്റെ നിലവിളികൾ കേൾക്കണം. 1953 എണ്ണപ്പണയത്തിന്മേൽ ജനാധിപത്യം കശാപ്പ് ചെയ്യപ്പെട്ടതിന്റെയും 1979 സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള വിപ്ലവം പുരോഹിതവർഗത്തിന്റെ നിഴലുകൾ റാഞ്ചിയെടുത്തതിന്റെയും കഥ തെരുവ് മുദ്രാവാക്യങ്ങളിൽ മുഴങ്ങി. ഏകാധിപതിക്ക് മരണം, സാമ്രാജ്യം അസ്തമിക്കുന്നു. ഭരണകൂടം തങ്ങളുടെ വിശ്വസ്ത കോട്ട എന്ന് കരുതിയിരുന്ന ഗ്രാമീണ ഹൃദയഭൂമികളിലാണ് ഇത്തവണ പ്രതിഷേധത്തിന്റെ അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചത്. തെഹ്റാനിലെ ചന്തകളിൽ കടകൾ അടച്ച് തുടങ്ങിയ സമരം ഇന്ന് ഉൾനാടൻ ഗ്രാമങ്ങളിലേക്ക് പടർന്നിരിക്കുകയാണ്. എന്താണ് പ്രശ്നം? 2026 ജനുവരിയിലെ കണക്കുകൾ അനുസരിച്ച് ഒരു $1 ലഭിക്കാൻ 14.5 ലക്ഷം ഇറാനിയൻ റിയാൽ നൽകണം. കഴിഞ്ഞ വർഷം ഇത് 8 ലക്ഷം മാത്രമായിരുന്നു. സാധാരണക്കാരന്റെ മുഴുവൻ സമ്പാദ്യം വെറും കടലാസായി. പണപ്പെരുപ്പം 52% കുതിച്ചുയർന്നു. മാംസം, ഭക്ഷ്യ എണ്ണ തുടങ്ങിയ അവശ്യ സാധനങ്ങളുടെ വില 70% വർദ്ധിച്ചു. ശരാശരി ഒരു ഇറാനിയൻ തൊഴിലാളിയുടെ മാസ ശമ്പളം ഇന്ന് വെറും $100 ഏകദേശം 8,500 രൂപയ്ക്ക് താഴെയാണ്. 400ഓളം ജീവരക്ഷാ മരുന്നുകളുടെ വില ഇരട്ടിയായി. രാജ്യത്തെ മരണങ്ങളിൽ 35% പോഷകാഹാര കുറവ് മൂലമാണെന്ന് ഞെട്ടിക്കുന്ന കണക്കുകൾ പുറത്തുവരുന്നു. 2025 ജൂണിൽ ഇസ്രായേലുമായുണ്ടായ 12 ദിവസത്തെ യുദ്ധവും തുടർന്നുണ്ടായ ഉപരോധങ്ങളും ഇറാന്റെ എണ്ണ വരുമാനത്തെയും അടിസ്ഥാന സൗകര്യങ്ങളെയും തകർത്ത് തരിപ്പണമാക്കി. സുരക്ഷാ ഔട്ട്പോസ്റ്റുകൾ കത്തുന്നതും സ്ത്രീകൾ തലമുടി മുറിക്കുന്നതും വെറും പ്രതിഷേധങ്ങളല്ല, അവ ബാധൊഴിപ്പിക്കലുകളാണ്. 1980കൾ മുതൽ ആ രാജ്യത്തെ തളർത്തിയിട്ട ഭയത്തെ അവർ പുറന്തള്ളുകയാണ്. വെടിയുണ്ടകൾ കൊണ്ടും ഇന്റർനെറ്റ് വിച്ഛേദിച്ചും വിദേശ ശക്തികളെ പഴിചാരിക്കൊണ്ടും ഭരണകൂടം പഴയ കളി തുടരുന്നു. ജീൻ ജിയാൻ ആസാദി മഹ്സയുടെ ശവസംസ്കാര ചടങ്ങിൽ ഉയർന്ന സ്ത്രീ, ജീവിതം, സ്വാതന്ത്ര്യം എന്ന മുദ്രാവാക്യം പിന്നീട് ഇറാന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ജനകീയ പ്രക്ഷോഭമായി മാറി. സാംസ്കാരിക പ്രക്ഷോഭങ്ങൾ ഇപ്പോൾ ഒരു പൗരോഹിത്യതയും ഭയക്കുന്നില്ല. ആ മുദ്രാവാക്യത്തിനു മേലെ ഒരു ആയത്തുള്ളയ്ക്കും ഫത്വ ഇറക്കാൻ കഴിയില്ല. ഉൾനാടൻ ടൗൺഷിപ്പുകളിൽ ഭരണകൂടത്തിന്റെ അടിച്ചമർത്തൽ അതിദാരുണമാണ്. സ്മാർട്ട് ഫോണുകൾ അല്പമെങ്കിലും സംരക്ഷണം നൽകുന്ന നഗരങ്ങളിലേതല്ല അവിടെ അവസ്ഥ. ഗ്രാമീണ മേഖലകളിൽ ഇരുട്ടിന്റെ മറവിൽ ബാസിജ് മിലീഷ്യയെ അവർക്ക് നേരിടേണ്ടി വരുന്നു. ഇന്നത്തെ ഇറാന്റെ കഥ തങ്ങളുടെ അസ്തിത്വം വീണ്ടെടുക്കാൻ ശ്രമിക്കുന്ന ഒരു നാഗരികതയുടേതാണ്. മരിച്ചു വീണ് കിടക്കുന്നത് ആരാണ്? അവ കൃഷിക്കാരന്റെ മകനും തൊഴിലാളിയുടെ മകളുമാണ്. ഇസ്ലാമിക് റിപ്പബ്ലിക് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു വർഗ സമരമാണിത്. ദരിദ്രനും ഇടത്തരക്കാരനും ഒരേ ശത്രുവിനെതിരെ ഒന്നിക്കുമ്പോൾ അധികാരത്തിന്റെ ചുവരുകൾ വിയർക്കാൻ തുടങ്ങും.